ഓരോ തവണയും വെയിറ്റ് ലോസ് ചലഞ്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടും. മിക്കവാറും ഇടപ്പള്ളി ലുലു മാളിലായിരിക്കും കൂടുന്നത്. ഒരു ദിവസം അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. കഴിഞ്ഞ തവണ ലുലു മാളിൽ കൂടിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇത്തവണ ആലപ്പുഴ പുന്നമടക്കായലിൽ ബോട്ടിങ്ങിന് പോകണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വെയിറ്റ് ലോസ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവരും അവരുടേതായ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു ചെറിയ ടീം ഞങ്ങൾ ഈ കാണുന്ന പുന്നമടക്കായലിലെത്തി. അവിടുത്തെ രാവിലെ വന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. നിരനിരയായി പുന്നമടക്കായലിലിട്ടിരിക്കുന്ന കെട്ടുവള്ളങ്ങൾ, അതായത് ഹൗസ് ബോട്ടുകൾ. നമ്മുടെ ആളുകളാണ് നിൽക്കുന്നത്. ദീപ, മേരി ചേച്ചി, സ്റ്റെല്ല, ബിനി, മറിയാമ്മ ചേച്ചി, ഇവരെല്ലാവരും എൻ്റെ കൂടെയുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് സനൂപ്, ഗ്രേസ് ചേച്ചിനെ കാണുന്നു. ഇവരൊക്കെ നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കുന്നവരാണ്. അതെ, സാലി ചേച്ചിയാണ് ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ. തൊട്ടപ്പുറത്ത് സാലി ചേച്ചിയുടെ പേരക്കുട്ടികളുണ്ട്. സാലി ചേച്ചിയുടെ മരുമകൻ വിപിനുണ്ട്. കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും ബോട്ടിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഏതാനും ഇപ്പോൾ നമ്മൾ 10 മണിക്കാണ് ബോട്ടിങ് നിശ്ചയിച്ചിരുന്നെങ്കിലും 8:45 ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി. നേരിയ ചാറ്റൽ മഴയുണ്ട്. ഒരുപാട് ഞങ്ങളെല്ലാവരും കൂടി ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഓരോരുത്തരായിട്ട് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ബ്ലൂ മൂൺ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ബോട്ടാണ്. 2 ബെഡ്റൂം ബോട്ടിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. ഞങ്ങളുടെ ലഗേജുകളൊക്കെ അതിനകത്തേക്ക് വെക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ബോട്ടിനകത്തായി. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ബോട്ട് യാത്ര തിരിക്കും. ബോട്ടിനകത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. 2 ബെഡ്റൂം തൊട്ട് ബാക്കിലുണ്ട്. ഇത് ബോട്ടിൻ്റെ ഫ്രണ്ടേജ് ആണ്. നമുക്ക് കുറച്ച് പേർക്ക് ഇരുന്ന് സംസാരിക്കാനോ ചെറിയ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാനോ അവിടെ സൗകര്യമുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും. ഇത് സനൂപാണ് ഇരിക്കുന്നത്. സനൂപ് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ബോട്ട് ചെറിയൊരു എന്തൊക്കെയോ ചെറിയ ക്രമീകരണങ്ങൾ കൂടി പൂർത്തിയാകാറുണ്ട്. അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ബെഡ്റൂമിൽ ഓരോരുത്തരും മാറി റെസ്റ്റ് എടുക്കുന്നു, ഫ്രഷ് ആകുന്നു. സതിയല ചേച്ചി, സ്റ്റെല്ല, ഇവരൊക്കെ തൊട്ടിപ്പുറത്ത് ചിലർ കിടക്കുന്നു. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. മറ്റേ ബെഡ്റൂമിൽ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരെ രാവിലത്തെ സമയത്തെ ആഘോഷപൂർണ്ണമാക്കുകയാണ്. ഒരു ദിവസത്തെ എൻജോയ്മെൻറ്റ് സാരി ചേച്ചി നിൽക്കുന്നു. അവരുടെ കൊച്ചു കുട്ടികൾ വിശ്രമിക്കുന്നു. അങ്ങനെ ഒരു ദിവസത്തെ എൻജോയ്മെൻറ്റിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. ഞാനിങ്ങകത്തേക്ക് കയറുന്നതോടുകൂടി പോവുകയാണ്. വെൽക്കം ഡ്രിങ്കാണ് ആദ്യം നമുക്ക് തരുന്നത്. പേരക്കയുടെ ഫ്ലേവറുള്ള ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും അത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാലി ചേച്ചി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് എല്ലാവർക്കും. ഓരോരുത്തരും പേഴ്സണലായിട്ടുള്ള സംസാരങ്ങളൊക്കെ നടത്തുകയാണ്. സാലി ചേച്ചി വളരെ ഗൗരവത്തിൽ കാരണവരെ പോലെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് സുന്ദരിക്ക് പൊട്ടുതൊടലാണ് ആദ്യം നടത്തുന്ന കളി. അപ്പം പതുക്കെ ബോട്ട് നീങ്ങി അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവരെന്നെയും കൂടി അതിനകത്ത് പിടിച്ചു ചേർത്തു. ഞാനില്ലെങ്കിൽ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നെയും കൂടി നെറ്റിയിൽ കണ്ണ് കെട്ടി എന്നെയും കൂടി അതിനകത്ത് ചേർത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് അതിനെ പങ്കെടുത്തു. അങ്ങനെ നിരവധി കളികൾ അവിടെ നടന്നു. ഇതിനൊക്കെ ഒരു രസമുണ്ടായിരുന്നു. വല്ലാത്തൊരു ഒരു ഫാമിലിയുടെ ഒരു അന്തരീക്ഷമായിരുന്നു. എല്ലാവരും കുടുംബാംഗങ്ങളാണ്, എല്ലാവരും സുഹൃത്തുക്കളാണ്. ബോട്ടിൽ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ ഏതായാലും തോറ്റ് പിന്മാറി. ഞാൻ പൊട്ടുകുത്തിയതൊക്കെ തലയിൽ എങ്ങോട്ടൊക്കെ കുത്തിയത്. ഇനി അടുത്തത് വേറെ ആരെയോ, ദീപേനെയാണെന്ന് തോന്നുന്നു. ദീപയുടെ കണ്ണ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ രസകരമായ നിമിഷങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, ഏതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, ഏതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിയില്ലല്ലോ.
തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു. പുതുമണ്ണിൽ സ്വപ്നം പുൽക്കൊടികളായുണരും അവ പിന്നെ പൂക്കളങ്ങളാകും. വളർന്നേറും വനമാകും വളർന്നേറും വനമാകും. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. അലകടത്തിര വർഷമതം കൊണ്ടു വളർന്നു അടിത്തട്ടി പവിഴങ്ങൾ വിങ്ങി വിളഞ്ഞു. അലകടത്തിര വർഷമതം കൊണ്ടു വളർന്നു അടിത്തട്ടി പവിഴങ്ങൾ വിങ്ങി വിളഞ്ഞു. പരിരംഭണത്തിന്റെ രതിഭാവമെന്നും പകരുമി സാഗരത്തിൻ ഗാനം. നിത്യഗാനം മർത്യദാനം നിത്യഗാനം മർത്യദാനം. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ അറിയില്ലല്ലോ അറിയില്ലല്ലോ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആ ആ ആ മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ അറിയില്ലല്ലോ അറിയില്ലല്ലോ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം.
എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു പുതുമണ്ണിൽ സ്വപ്നം പുൽക്കൊടികളായി ഉണരും അവ പിന്നെ പൂക്കളങ്ങളാകും വളർന്നേറും വനമാകും വളർന്നേറും വനമാകും മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി ഏതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം